വെൽക്കം ബാക്ക് ടു നീതൂസ് കുക്കിംഗ്. ഇന്ന് ഞാനൊരു കയ്പ്പയ്ക്കച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാൽ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കയ്പ്പയ്ക്ക ഒരു ചെറുതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഊറ്റിയെടുക്കാവുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പകുതി വേവായിട്ടാണ് കയ്പ്പയ്ക്ക എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ആ കയ്പ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഊറ്റി കളയുന്നത്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 5 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1 സ്പൂണ് കായപ്പൊടിയും 3 ഉലുവപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ കയ്യിലിൽ ഞാൻ ഒരു 4 കയ്യിൽ സുർക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് കയ്പ്പയ്ക്ക ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്, ആ കയ്പ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ചില്ല് കുപ്പിയിലാക്കി 3 ദിവസം ഒന്ന് പുറത്ത് വെക്കുക പാകമാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണേ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്